ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചിക്കൻ ഷവായ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാം. അങ്ങനെ പാരിഷാത്ത ഇവിടെ ചിക്കനൊക്കെ നന്നായി കഴുകുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് കഴുകണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് പാർട്സ് കൊടുത്തിട്ട് ചിക്കൻ മാത്രം. അപ്പം നല്ല ഉഷാറായിട്ട് കഴുകണം. ഓക്കെ ഗായ്സ്, ഇതാ ലുബിമോൾ ഇതാ ഇഞ്ചി അരിയുന്നു, വെളുത്തുള്ളി ചെറിയുള്ളി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഒരു ചിക്കൻ ഷവായ ഉണ്ടാക്കാൻ പോകുകയാണ്. ഇന്ന് പെരും മഴയാണ് മക്കളെ. ഇവിടെ നല്ല മഴ പെയ്തപ്പോൾ ഒന്ന് ചോർന്നുണ്ട്. ഇന്ന് പണിയൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഇന്ന് നമുക്ക് പെരയിൽ ഇരുന്ന് നന്നായിട്ട് ഫുഡടിക്കാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഇന്ന് കറണ്ടില്ല, ഫുള്ള് മഴയാണ്. ഇപ്പോൾ ഇതാ മിക്സിയിൽ വേപ്പില, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് മിക്സിയിൽ അടിക്കാൻ പോകുകയാണ്. വരഞ്ഞെടുക്കാം. വരയണട്ടാ. ഈ ചിക്കൻ നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം ഇതിന്മേൽ നമ്മൾ നന്നായി ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എരിവുകളും മസാലകളും എല്ലാം പിടിക്കാൻ പോകും. ഞങ്ങൾ ആദൂന് സ്പെഷ്യലായിട്ടൊരു കാല് മുറിച്ചേക്കാണ്. അവനക്ക് എരിവൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവന് എരിവ് കൂട്ടിയാൽ ഭയങ്കര കഷ്ടം. അപ്പം അവനക്ക് എരിവില്ലാതെ വേവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കാല് മുറിക്കുകയാണ്. ആദൂനാട്ടാ, ആദൂനാണ്. രണ്ട് കൊറ് ആദൂന അത്ര ഇല്ലേ നോക്കണൊക്കെ. ആദൂന ചർച്ച കാര്യണ്ട. 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇതിൽ കൂട്ടാട്ടോ. ഗരം മസാല പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടി അരച്ചത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് സുർക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഉപ്പിടാൻ നോക്കാം. ഉപ്പ് തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കായം ഇതിമെല്ലാം തേച്ച് കൊടുക്കാം. അപ്പൊ നമുക്കിത് നല്ല കായം തേച്ച് പിടിക്കണം. ഉള്ളിലൊക്കെ നന്നായി തേച്ച് കൊടുക്കണം. കായത്തിന്റെ ഉള്ളിലേക്ക് നല്ല കൊടുത്താൽ മതി. ഈ കളർ തേക്കേണ്ടവർക്ക് കളർ ഇട്ട് കൊടുക്കട്ടെ. ഞങ്ങൾ കളർ ഇട്ടിട്ടില്ല. കളർ ഇടാതെ ഞങ്ങൾ ഇതാക്കുന്നത്. അപ്പൊ നമുക്കിത് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വേണം അത് വേവിച്ചെടുക്കാന്. അപ്പൊ നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പൊ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പൊ നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ മേലെ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഒരു 3-4 വിസൽ അടിച്ചോട്ടെ.
വെള്ളമൊന്നും ഒഴിക്കരുത്, ഈ വെള്ളം മാത്രമേ പാടുള്ളൂ. നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം, വേവിച്ചെടുക്കാം. ഒരു 4 വിസിലടിക്കട്ടെ. പൊന്നിന്റെ ചിക്കൻ ഇതാ മഞ്ഞപ്പൊടിയും ഉപ്പ് മാത്രം തേച്ചിട്ട് പൊരിച്ചെടുക്കണേ. ഒന്നും എരി പറ്റില്ല, എരി പറ്റില്ല, ഇനി ചൊത്തുമണിക്ക് എരി പറ്റില്ല, ചുറ്റുമണിക്ക് എരി പറ്റില്ല. പിന്നെ അപ്പൊ നമ്മളെ ഷവായ ഇവിടെ റെഡി ആയിക്കണം. നോക്കാം നമ്മള്. അപ്പൊ ഇതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്ന് പൊരിച്ചെടുത്തിട്ട് നല്ല ഈ ഇത് വെള്ളം വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ അതിലുണ്ടായി വെള്ളം. അപ്പോൾ ഇത് കുക്കറിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അതാ ടേസ്റ്റ്. നല്ല ചൂടാട്ടത്. അപ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ നീര് ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുക്കട്ടോ. അപ്പോൾ ഇത് ഒന്ന് വറ്റി വരട്ടെ. അങ്ങോട്ട് കൊണ്ട് മറിച്ചിട്ട് വരിച്ചെടുക്കണം കേട്ടോ. മറിക്കാനാണ് ടാസ്ക്. അപ്പോൾ അപ്പുറം നല്ല മൊരിയുണ്ട്, അതേപോലെ അപ്പുറം ഒന്ന് മൊരിയിലൊക്കെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. മണം കേൾക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിൻ്റെ മണാട്ടാ വരുന്നത്. മറിക്കാനേ ഭയങ്കര പണി. അങ്ങനെ ഒരു സൈഡ് ഇട്ടു. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് നമുക്ക് ഈ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്കതൊന്ന് അടച്ചിട്ട് കൊടുക്കാം. വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണേ. ചൂടാണ്. മാറ്റിയിട്ട് നീരൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ സവായ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. നമുക്കിത് കഴിക്കാൻ പോകും. അപ്പൊ എല്ലാരും പോയി കഴിക്കാന്. നമ്മൾ കഴിച്ചിട്ട് വരാട്ടാ. നല്ല രസമുണ്ട്. സൂപ്പർ, ഒന്നും പറയാ, നല്ല ടേസ്റ്റാ. ഈ മഴയൊക്കെ കഴിയുമ്പോഴേ നമ്മള് കടയിലൊക്കെ പോയി തിന്നുമ്പോൾ 300, 400, 500, 600 ഇത് നമ്മളൊരു 10-300 പുറത്ത് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി നമുക്ക് കുട്ടികളും മക്കളും എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് സ്വസ്ഥതായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ബൈ ബൈ. ബൈ ബൈ. ബൈ ബൈ ബൈ.